പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നത് 500% ടാരിഫ്, അതിനേക്കാളും തന്നെയൊക്കെ ബാൻ ചെയ്യുന്നത്, പൂർണ്ണമായിട്ട് ഉപരോധം. അപ്പോൾ അവർ പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് വാങ്ങുന്നു. ലിൻസി ഗ്രഹാം സെനറ്ററാണ്, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ്. അയാൾ പറഞ്ഞു ഉക്രൈൻ യുദ്ധത്തിൽ പാവങ്ങൾ കൊല്ലപ്പെടുന്നു, അതിൻ്റെ പിറകിൽ ഇന്ത്യയും ചൈനയും ബ്രസീലും വാങ്ങുന്ന ക്രൂഡാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ പേര് ഇന്ന് എടുത്തു പറഞ്ഞു ഇന്ത്യക്കെതിരെ 500% ടാരിഫ് ഏർപ്പെടുത്തും. ഇന്നത്തെ റഷ്യയും ചൈനയും ബ്രസീലിൻ്റെയും പേര് ചുമ്മാ എടുത്ത് അവർക്കെതിരെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പൊ പല ആൾക്കാരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, റഷ്യൻ ഓയിൽ ഓൾമോസ്റ്റ് ഇന്ത്യ നിർത്തി. ഈ പ്രസ്താവന, ട്രംപിന്റെ പ്രസ്താവന വന്ന ശേഷം, അതായത് അതിനു മുമ്പ് ബ്ലൂംബർഗ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ന്യൂസ് പേപ്പറിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു ആർട്ടിക്കിൾ വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതായത് റിലയൻസ് ആണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ റഷ്യൻ ക്രൂഡ് ഷാഡോ ഫ്ലീറ്റ് വഴി വാങ്ങുന്നത്. റോസ്നെറ്റിൽ നിന്നല്ല, അതേപോലെ തന്നെ ലൂക്ക് ഓയിലിൽ നിന്നല്ല, ഇവിടുന്നാണ് മറ്റുള്ള റഷ്യൻ കമ്പനികളിൽ നിന്നും ഈ പറയുന്ന ലൂക്ക് ഓയിലിൻ്റെ, റോസ്നെറ്റിൻ്റെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അവിടുന്ന് ഷാഡോ ഷിപ്പിൽ ഇന്ത്യയിൽ കൊണ്ടുവരുന്നു. പെട്ടെന്ന് റിലയൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ആ റിലയൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വിചാരിച്ചോളുക, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റിലയൻസിനെ കൊണ്ട് കൊടുപ്പിച്ച സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവർ കൃത്യമായിട്ട് പറഞ്ഞു അവർ വാങ്ങുന്നില്ല, റഷ്യൻ ഓയിൽ ജാംനഗർ റിഫൈനറിയിൽ വാങ്ങുന്നില്ല. ആ ഏർപ്പാട് അവർ പൂർണ്ണമായിട്ട് നിർത്തി. ഈ നടക്കുന്ന 2026 ജാനുവരി ഒരൊറ്റ ഷിപ്മെന്റ് പോലും റഷ്യയിൽ നിന്നും അവർ വാങ്ങുന്നില്ല. ഒരു കാര്യം വളരെ കൃത്യമാണ്, റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഇന്ത്യ ഏകദേശം കുറച്ച് വരുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്, മറ്റുള്ള കമ്പനികളിൽ നിന്നും വരുന്നുണ്ട്. ഏകദേശം ഇന്ത്യ ഗവൺമെൻറ് അത് പൂർണ്ണമായിട്ടും നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം.